ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. സ്കൂൾ അധ്യാപകരാവാൻ വേണ്ടിയിട്ട് നമുക്ക് കേട്ടറ്റ് എക്സാം നിർബന്ധമാക്കിയ ഒരു സാഹചര്യമാണല്ലോ ഇപ്പം. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് തന്നെ ഒരു കാറ്റഗറി ആയിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് അറിയാം. കേട്ടറ്റ് കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഹൈസ്കൂൾ അധ്യാപകരാവാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടറ്റ് കാറ്റഗറി 3 എന്നറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3യിൽ നാച്ചുറൽ സയൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ എക്സാം എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യാം, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണം, പ്രീവിയസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ കേട്ടറ്റിൻ്റെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബയോളജി ടീച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഒരു എക്സാം അല്ലേ. അപ്പോൾ അതിൽ ബയോളജി എന്ന് പറയുമ്പോൾ അതിൽ ബോട്ടണിയും സുവോളജിയും രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ സുവോളജിയും ബോട്ടണിയും ഒരുമിച്ച് ഒരേപോലെ തന്നെ പഠിച്ചെടുത്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കേട്ടറ്റ് കാറ്റഗറി 3ൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. എന്നുവെച്ചാൽ അത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ കാര്യങ്ങളിൽ കൂടെ ഒക്കെ പോകണം. പിന്നെ ഇനി ഇത് പഠിക്കുക. അപ്പം ബോട്ടണി മെയിനായിട്ട് എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സുവോളജി കാര്യങ്ങളൊക്കെ ചിലപ്പം കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. അതേ പ്രശ്നം തന്നെയാണ് സുവോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം ബോട്ടണി എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരേപോലെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ ഒരിക്കൽ പഠിച്ചൊരു കാര്യമായതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ നോക്കുന്ന സമയത്ത് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് ലെവലിലേക്കൊന്നും പോയില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹയർ സെക്കൻഡറി ലെവലുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ കൂടിയ ലെവലുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവാം, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം. മാക്സിമം നമ്മളൊരു NCERT +1 +2 ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ബയോളജി ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. റെഡി? അപ്പോൾ ഇതിൽ എക്സാം എന്ന് പറയുന്നത് എന്തായാലും നമുക്കറിയാം 150 മാർക്കിലാണ് നമ്മളെ എക്സാം നടക്കുന്നത് അല്ലേ. മൊത്തത്തിൽ 150 മാർക്കിനുള്ള എക്സാമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ 150 മാർക്കിൽ നമ്മളെ സബ്ജക്റ്റ് വരുന്നത് ശരിക്കും നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ബോട്ടണിയും സുവോളജി എല്ലാം കൂടെ സബ്ജക്റ്റ് വരുന്നത് 80 മാർക്കിനാണ്. അപ്പോൾ ബാക്കിയുള്ള 70 മാർക്ക് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നോക്കി ഇവിടെ ഒരു 40 മാർക്ക് അല്ലേ, 40 ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 40 മാർക്ക് എന്ന് പറയുന്നത് ഇതിലേതാണ് നമ്മുടെ സൈക്കോളജി ഭാഗത്ത് നിന്നുള്ളതാണ് ഒരു 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിലേക്ക് ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുക. സൈക്കോളജി ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിയറീസും അല്ലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും എല്ലാം കൂടി ആയി വരുമ്പം അവിടെയാണ് നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. ഒരു 40 മാർക്കിൻ്റെ ഏരിയ ആണ് അവിടെ. പിന്നെയുള്ള ബാക്കി ഒരു 30 മാർക്കല്ലേ കിടക്കുന്നത്. ആ 30 മാർക്ക് എന്ന് പറയുന്നത് അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഭാഗത്തു നിന്നുള്ളതാണ്. നിർബന്ധമായിട്ട് അത് സെലക്ട് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ, അല്ലാതെ ഇപ്പോൾ നമുക്ക് തമിഴും കന്നഡയും ഓപ്ഷൻ ഇല്ലാത്തത് കാരണം അറിയാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് മലയാളവും ഇംഗ്ലീഷും അതിലേതെങ്കിലും ഒരെണ്ണം ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ 30 മാർക്ക് അവിടെ നിന്നാണ്. അപ്പോൾ നേരത്തെ 40 സൈക്കോളജിയിൽ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് ഒരു 30 മാർക്കും കിട്ടി, 70 പിന്നെ വരുന്ന 80 ക്വസ്റ്റ്യൻ, അതായത് നമ്മളെ 80 മാർക്കാണ് നമ്മളെ മെയിൻ സബ്ജക്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ സയൻസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് നോക്കുമ്പോൾ തന്നെ ഒരു NCERT ടെക്സ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിലബസിൻ്റെ ഓരോ ഹെഡിങ്ങും കാണുമ്പം നല്ല പരിചയം ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ള മനസ്സിലായില്ല. നോക്കി, ഒന്നാമത്തേതായിട്ട് കൊടുത്തേക്കുന്ന ലിവിങ് വേൾഡ് എന്നാണ്. രണ്ടാമതായിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം. കാരണം ഇതൊക്കെ നമ്മളെ NCERTയിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററിൻ്റെ പേരാണ് അല്ലേ. ഇങ്ങനെയാണ് ചാപ്റ്ററിൻ്റെ പേരിട്ടേക്കുന്നത്. ആ പേര് തന്നെയാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് NCERT ലെവൽ പഠിക്കുക, അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അതും കൂടെ ചേർത്ത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാലൊക്കെ +1 ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ. +1 ബയോളജിയിലാണ് ലിവിങ് വേൾഡ് ഒക്കെ കാണുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ടാക്സോണമി കാര്യങ്ങളൊക്കെ പറയുന്നില്ല. ഹെർബേറി എന്താണ്, ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ടാക്സോണമി പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ശരിക്കും. ക്ലാസിഫിക്കേഷനും അതേപോലെ ടാക്സോണമി ഒക്കെ വരുന്നത്, ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ. അതാണ് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാക്റ്റും കൂടെ ഒക്കെ വെച്ചുകൊണ്ട് ഒരു HSC എക്സാം ലെവലിലേക്കൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറയുന്നത് അധികം ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ മലയാളത്തിലാക്കി പഠിക്കുന്ന സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ നാച്ചുറൽ സയൻസിൻ്റെ എന്നല്ല ഏതാണെങ്കിലും കേട്ടറ്റ് 3 എക്സാം എന്ന് പറയുന്നത് മീഡിയം ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ +1 +2 ടെക്സ്റ്റും NCERT ഒക്കെ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് എക്സാം ആകുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോഴും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രയാസം. ഈ എക്സാമിന് എന്തായാലും മലയാളത്തിലേക്ക് മാറ്റി ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിച്ച് എക്സാം എഴുതാൻ പറ്റും.
ഓക്കെ അല്ലേ? പിന്നെ എന്താ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ? അവിടെയല്ലേ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണ്? അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കീറി മുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. RH വിറ്റക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കീറി മുറിച്ച് കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, ആൽഗെ അല്ലേ, പ്ലാന്റേ, അനിമാലിയ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന എല്ലാ ക്ലാസിഫിക്കേഷനും ഇവിടെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ലാസ്റ്റിലേക്ക് ലൈക്കൻസ് എന്താണ്, അങ്ങനെയുള്ള വൈറസിനെ പറ്റിയുള്ള കുറച്ച് കാര്യം അങ്ങനെയൊക്കെ കൊടുത്തൊരു ചാപ്റ്ററൊക്കെ ഉണ്ട്. NCERT ഒന്നും പരിചയമില്ലാത്തൊരിടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം കേട്ടോ. യെസ്, ഇനി പ്ലാൻ കിങ്ഡം ആണ്. പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്, പ്ലാന്റ്സിനെ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോം, ആൻജിയോസ്പോം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അതേപോലെ പ്ലാന്റിനെ ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ട് സുവോളജി ടീച്ചർ പഠിപ്പിക്കുന്ന ചാപ്റ്റർ അല്ലേ അനിമൽ കിങ്ഡം അല്ലേ, അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. കോഡേറ്റുകൾ എന്നും നോൺ കോഡേറ്റുകൾ എന്നും ഡിവൈഡ് ചെയ്ത് പോറിഫെറ അല്ലെ, അനലിഡ, ആർത്രോപോഡ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വളരെ സിമ്പിളായിട്ട് ബോട്ടണിയിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മോർഫോളജി. എല്ലാ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിക്കുക അല്ലേ. മോർഫോളജി മീൻസ് സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ആ മോർഫോളജി എന്ന് നമ്മൾ പഠിക്കുകയാണ്. റൂട്ടിൻ്റെ എങ്ങനെയാണ് കീറി മുറിച്ച് പഠിക്കേണ്ട, പുറമെ കാണുന്ന ഫീച്ചേഴ്സ്, മോഡിഫിക്കേഷൻ ഇതൊക്കെയാണ് പഠിക്കുക. അപ്പോൾ റൂട്ടും സ്റ്റെമ്മും ലീഫും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് അല്ലേ. അപ്പോൾ ലീഫിൻ്റെ മുകളിലുള്ള മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോർഫോളജിയിൽ പഠിക്കുക. വളരെ സിമ്പിളാണ്. മോർഫോളജി മീൻസ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരും, അനാട്ടമി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അനാട്ടമി ഓഫ് പ്ലാന്റ്സ്, അവിടെയാണ് നമ്മൾ കീറി മുറിച്ച് സെൽ എന്താണ്, ടിഷ്യൂ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഏതൊക്കെയാണ്, പ്ലാന്റിൻ്റെ റൂട്ടിൽ എങ്ങനെ കാണാം, സ്റ്റെമ്മിൽ എങ്ങനെ കാണാം, അങ്ങനെയൊക്കെ നമ്മൾ കീറി മുറിച്ച് പഠിക്കുന്ന അനാട്ടമി ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിലാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഏത് എക്സാമിനാണെങ്കിലും ബോട്ടണി സുവോളജി എന്ന് വ്യത്യാസമില്ലാതെ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സെൽ ബയോളജി അല്ലേ. എന്ന് വെച്ചാൽ സെല്ലിനെ കുറിച്ചുള്ള പഠനം, സെൽ ആൻഡ് സെൽ ഡിവിഷൻ. ഇപ്പോൾ സെല്ല് ബോട്ടണി ആണോ സുവോളജി ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ വേണ്ടതാണ്. ബയോളജിയിൽ ഏത് ടീച്ചർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം അല്ലേ. സെൽ ആൻഡ് സെൽ ഡിവിഷൻ, അവിടെ സെല്ലിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, സെൽ ഓർഗനൽസിനെ പഠിക്കുന്നു. അതേപോലെ സെൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, സെൽ ഡിവിഷൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, എന്താണ് മൈറ്റോസിസ്, എന്താണ് മിയോസിസ്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഡിഫറൻസ് എന്താ, ഇതൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സംഭവം. ക്ലിയർ അല്ലേ? പിന്നെ വരുന്ന വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഇത് ശരിക്കും സുവോളജി ടീച്ചേഴ്സിൻ്റെ മെയിൻ ഏരിയ ആണ് ഹ്യൂമൻ ഫിസിയോളജി, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതിൽ ഒരുപാട് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം ആയിരിക്കാം അല്ലേ. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ, ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റമാണ് അടുത്തത് എന്ന് വെച്ചാൽ ബ്ലഡ്, ഹാർട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക, നെർവസ് സിസ്റ്റം, ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റംസും എടുത്ത് കീറി മുറിച്ച് പഠിക്കുന്ന സംഭവമാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു സെഷൻ. വളരെ പ്രധാനമാണ്. ഇതാണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സുവോളജി എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ. സുവോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ശരീരമൊക്കെയാണ് ഓർമ്മ വരിക. അപ്പോൾ അതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരും. യെസ്, റെഡി. പിന്നെ ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനും കാര്യങ്ങളും പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. പിന്നെ അടുത്തെന്താ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇതും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും ഒരുപാട് ഡിസീസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ വരും. ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻ അല്ലേ. രോഗമുണ്ടാക്കുന്നവരെ രോഗകാരി എന്ന് പറയുന്നു, പാത്തോജൻ. അപ്പോൾ മേ ബി ബാക്ടീരിയ ആവാം, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി. അപ്പോൾ അത് ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മലേറിയനെ പറ്റി ചോദിക്കുന്നത്. എപ്പോഴും ഏത് എക്സാമിനുണ്ടാവും. കാരണം നമ്മളൊരു ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പം അവിടെ മലേറിയൻ്റെ ലൈഫ് സൈക്കിൾ, മലേറിയ കോസിങ് പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിലും നമുക്ക് കാണാം. ഇത് സബ്ജക്റ്റ് എക്സാം ആയിക്കോട്ടെ, അല്ലാത്തൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, മലേറിയ എന്ന് പറയുന്ന ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തു. അപ്പോൾ മലേറിയൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് രോഗകാരി ഏത് കാറ്റഗറിയിൽ വരുന്നു, പ്രോട്ടോസോവ. ആൻഡ് വിച്ച് പ്രോട്ടോസോവ എന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം ആണ് അല്ലേ. പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വിവാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നു, അതിനുശേഷം RBCനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് രോഗകാരി നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും. അതാണ് നമുക്ക് പനിയും വിറയലും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്ക് വരുന്നു. പിന്നെ അവിടെ അനോഫിലസ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആക്ട് ആസ് എ വെക്റ്റർ അല്ലേ. അപ്പോൾ വെക്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്ലാസ്മോഡിയത്തിൻ്റെ സ്റ്റേജിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഡിസീസ് കോസിങ് ആയിട്ട് കറക്റ്റ് രോഗമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള രോഗകാരിൻ്റെ
ജീവിതത്തിലെ അല്ലെ ലൈഫ് സൈക്കിളിൽ ഒരു ഘട്ടം. സ്പോറോസോയിറ്റ്, ആ വാക്കൊക്കെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കുറച്ച് ടേംസൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ രോഗങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം, രോഗം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പാത്തോജൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല രോഗം, നമുക്കല്ലാത്ത ഇൻഫെക്ഷസ് അല്ലാത്ത രോഗങ്ങൾ വരാം. അതിലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ അല്ലേ. കാരണം നമ്മൾ തെറ്റായ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന മേ ബി ഡയബറ്റീസ്, അതേപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല, BP, ഫാറ്റി ലിവർ ഉണ്ടാവുക, സ്ട്രോക്ക് ഉണ്ടാവുക, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പ്രശ്നം, അങ്ങനെ പല പല രോഗങ്ങൾ. അവിടെയൊന്നും രോഗകാരികളില്ല അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്? തെറ്റായ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന രോഗങ്ങളാണ്, അത് പഠിക്കാം. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാകും, ജനിതക രോഗങ്ങൾ, മേ ബി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോനൂറിയ, ഇങ്ങനെയുള്ള കുറേ ജനറ്റിക് ഡിസീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പം വൈറ്റമിൻ പോലെയുള്ള ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന കുറേ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കർവി, ഇങ്ങനെ കുറച്ച് രോഗങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ പല രീതിയിലും ഓക്കെ അക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഡിസീസും, ഒരു മനുഷ്യൻ അയാളുടെ ജനനം മുതൽ മരണം വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അയാൾക്ക് ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളും, അത് രോഗകാരികൾ കൂടെ ഉണ്ടാവുന്നതായിരിക്കാം, അല്ലാത്തതായിരിക്കാം, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും കൂടെയൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചെടുക്കണം ഗൈസ്. ഓക്കെ, റെഡിയല്ലേ? പിന്നെ പ്ലാന്റ്സിൻ്റെ കേസിലേക്ക് റീപ്രൊഡക്ഷൻ വരുമ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതേപോലെ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ ഫ്ലവർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഇസ് കോൾഡ് ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ അവിടെ പഠിക്കുക, റീപ്രൊഡക്റ്റീവ് സ്റ്റേജും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മൈക്രോസ്പോറോജനസിസ്, മെഗാസ്പോറോജനസിസ് വളരെ പ്രധാനപ്പെട്ട 2 ടേംസൊക്കെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജനസിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. അതേപോലെ എങ്ങനെയാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ് ഓർ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ദാറ്റ് ഈസ് മെഗാസ്പോറോജനസിസ്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സാധനമാണിത്. ഓക്കെ, അതാ ഈ വാക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, റെഡിയല്ലേ? യെസ്. പിന്നെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയുമ്പോൾ ഈ കാറ്റഗറി ഇപ്പോൾ നേരത്തെ നമ്മൾ സുവോളജിയിൽ കണ്ടതുപോലെ നമ്മൾ ബോട്ടണി കേസിൽ എന്താണ് പ്ലാന്റ്സിൻ്റെ ഫിസിയോളജിയാണ് കേട്ടോ. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്താണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റുക. മനുഷ്യൻ്റെ ദഹനവും ശ്വസനവും ഒക്കെ പഠിക്കുന്നത് പോലെ പ്ലാന്റ്സിനകത്ത് നടക്കുന്ന അതിൻ്റെ മിനറൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട്, ഫോട്ടോസിന്തസിസ്, ഇതല്ലേ അവരുടെ ബോഡിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇതല്ലേ അല്ലേ, റെസ്പിറേഷൻ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആണ് ഇവിടെ പ്ലാന്റ് ഫിസിയോളജിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ എന്ന് പറയുമ്പോൾ ഏതാ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏരിയ മാറുകയാണ് അല്ലേ. ഇവിടെ എന്താണ് ജനറ്റിക്സിന് പ്രാധാന്യം വരികയാണ്, ജനറ്റിക്സ് റിലേറ്റഡ്, ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്. പിന്നെ ഏതാ മോളിക്കുലാർ ബയോളജിയാണ്, മോളിക്കുലാർ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് DNA-ൻ്റെ സ്ട്രക്ചറും ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്ന സംഭവമാണ്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. പിന്നെ ഏതാ സ്ട്രാറ്റജീസ് ഇൻ എൻഹാൻസ്മെൻറ്റ് ഫുഡ് പ്രൊഡക്ഷൻ എന്നൊക്കെയാണ്. ചിലപ്പോൾ ഈ ചില ചാപ്റ്റേഴ്സ് ഒന്നും ഇപ്പം ചിലപ്പോൾ സ്കൂളുകളിൽ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുപാട് ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, ചില ചാപ്റ്ററൊക്കെ ഒഴിവാക്കി, ചിലതിൽ പാർട്ടുകൾ ഒഴിവാക്കി അല്ലേ. എന്നാൽ പോലും എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ചിലപ്പോൾ നമ്മളെല്ലാം കൂടെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ ഓരോ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സെറികൾച്ചർ, പിസികൾച്ചർ അല്ലേ, മത്സ്യത്തിനെ വളർത്തുക, പട്ടുനൂൽ പുഴുവിനെ വളർത്തുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം, അനിമൽ ഹസ്ബൻഡറി, പോൾട്രി ഫാമിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ബയോടെക്നോളജി. ഓക്കെ, ബയോടെക്നോളജി ഇതും ബോട്ടണി സുവോളജിന്ന് വ്യത്യാസമില്ലാതെ നമ്മൾ എടുക്കേണ്ട ഒരു കോമൺ ടോപ്പിക്കാണ് ശരിക്കും ഇത് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ. അധികം ചിലപ്പോൾ ബോട്ടണി ടീച്ചേഴ്സ് ആയിരിക്കാം കൈകാര്യം ചെയ്യുന്നത്, എന്നാലും ബയോടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ മൈക്രോബ്സിനെ കൊണ്ട്, സൂക്ഷ്മജീവികളെ കൊണ്ട് നമുക്കുള്ള ഗുണം, നേരത്തെ കുറേ പ്രശ്നവും രോഗങ്ങളാണ് പറഞ്ഞത്, ഇവിടെ കുറച്ച് ഗുണങ്ങളാണ്. കാരണം അവർ എന്താണ് വേസ്റ്റ് അല്ലേ, സീവേജ് ട്രീറ്റ്മെൻറ്റ്, കാരണം ഡീകമ്പോസേഴ്സ് ആണ്, അവർ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതിൽ നമ്മൾ ബയോഗ്യാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, മെത്തനോജൻസിനൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ അവരെ ഗുണങ്ങളാണ് ആ ടോപ്പിക്കിൽ കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എന്താണ് ഓർഗാനിസം, പോപ്പുലേഷൻ, ഇക്കോസിസ്റ്റം എന്നൊക്കെ കാണുമ്പോൾ ഏതാ ഇക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് പിന്നെ പഠിക്കാനുള്ളത്. പരിസ്ഥിതി റിലേറ്റഡ് എന്ന് പറയുമ്പം അവിടെ തന്നെ ചിലപ്പോൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷനൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. പിന്നെ എന്താണ് എവല്യൂഷൻ, പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട, എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററും ഉണ്ട്. അപ്പോൾ എവല്യൂഷൻ റിലേറ്റഡ് കുറച്ച് തിയറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്പീഡിലാണ് പറഞ്ഞത്, എന്തായാലും നമ്മൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആയ ആൾക്കാർക്ക് സ്പീഡ് പറഞ്ഞാലും കേട്ട് പരിചയം ഉണ്ടാവും എന്നറിയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളൊക്കെയാണ്. നമ്മൾ ബയോളജി റിലേറ്റഡ് കാര്യം മാത്രമേ ഇവിടെ നമ്മൾ നാച്ചുറൽ സയൻസിൽ പറയുള്ളൂ അല്ലേ. അതുകൊണ്ട് വേറെ ടേംസ് ഒന്നുമല്ല, നമ്മളെ 1, 2, 3 പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ടോപ്പിക് തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ സയൻസിൻ്റെ പെഡഗോജി ഭാഗവും കൂടെ വരുന്നുണ്ട്.
അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പെഡഗോജി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്താണ് ഒരു 80 മാർക്ക് ഇവിടെയും 70 മാർക്ക് സൈക്കോളജി പ്ലസ് നമ്മളെ ലാംഗ്വേജ് എന്നാണ് വരുന്നത്. അങ്ങനെ 150 മാർക്കിനാണ് മൊത്തം നമ്മൾ പഠിച്ചെടുക്കേണ്ട സംഭവം. ക്ലിയർ അല്ലേ? അപ്പോൾ സിലബസിനെ പറ്റി ഒരു കുഞ്ഞ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു എക്സാമിലേക്ക് വരുന്നതിന് മുൻപേ, അതിന് തയ്യാറെടുക്കുന്നതിന് മുൻപേ സിലബസ് കൃത്യമായിട്ട് നമ്മളെ കയ്യിലുണ്ടാവുക. നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നും പഠിച്ച് തീർന്നോ, പഠിക്കുന്നതിനനുസരിച്ച് അതൊക്കെ ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ്. ഇൻ ലൈക്കൻ ഫംഗൽ കോമ്പണന്റ് ഇസ് നോൺ ആസ്. ലൈക്കൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കേട്ടല്ലേ അല്ലേ? ലൈക്കൻ. ലൈക്കൻ മീൻസ് സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? ആൽഗയും ഫംഗസും കൂടെ ചേർന്നിട്ടാണ് അല്ലേ? ആൽഗെ പ്ലസ് ഫംഗി, ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈക്കൻ എന്ന് പറയാം. ഇതിൽ ഫംഗൽ കോമ്പണൻറ്റിനെ എന്താണ് പറയുന്നതെന്നാണ്. ഫംഗൽ കോമ്പണൻറ്റിന് എന്താണ് പറയാം? ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. ആൽഗേനെ കുറിച്ചുള്ള പഠനത്തിന് ഫൈക്കോളജി എന്ന് പറയാറുണ്ട്. ഫംഗസിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ മൈക്കോളജി എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈക്കോ എന്ന് പറയുന്ന വാക്ക് മൈക്കോറൈസ അല്ലേ? എല്ലാം ഫംഗസുമായിട്ട് ബന്ധപ്പെടുക. മൈക്കോ ടേം ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഫംഗി. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഫംഗൽ കോമ്പണൻറ്റിന് പറയുന്ന പേരെന്താ? മൈക്കോബയോണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഏത് കോമ്പണൻ്റ് ആണ്? ഇത് ആൽഗൽ കോമ്പണൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൽഗൽ ചില വാക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് സയൻസിൻ്റെ വേറൊരു പ്രത്യേകത അല്ലേ. അടുത്ത നോക്കിയേ. ഇൻ 5 kingdom classification, which single kingdom contain blue-green alga, nitrogen-fixing bacteria, methanogenic archaebacteria? ഇവരൊക്കെ വരുന്നത് ഏത് കിങ്ഡത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 kingdom ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡം ഉണ്ടാവുമെന്ന് അറിയാലോ അല്ലേ? ആരായിരുന്നു കണ്ടുപിടിച്ചത്? RH വിറ്റക്കർ അല്ലേ? RH വിറ്റക്കർ ആണ് 5 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് എന്ന് നമുക്കറിയാം. 5 kingdom ജീവികളെ, മൊത്തം ജീവികളെ 5 കിങ്ഡങ്ങളാക്കി വർഗീകരിച്ചു. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റേ, അനിമാലിയ. ഈ കൂട്ടത്തിൽ എവിടെയാണ്? ഇവിടെയൊക്കെ കണ്ടില്ലേ? ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? സയനോ ബാക്ടീരിയ എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വാക്കാണ് അല്ലേ? ആൽഗ എന്ന് കാണുമ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ കൂടെ പോകും. ആക്ച്വലി ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിപ്പേരുള്ളത് ബാക്ടീരിയനെയാണ്. സയനോ ബാക്ടീരിയനെയാണ് നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. കാരണം അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും കൂടെ വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അപ്പോൾ എല്ലാവരും സ്ഥലത്തും ബാക്ടീരിയനെ കാണാൻ പറ്റില്ലേ? ബാക്ടീരിയ മീൻസ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്. ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. അതേപോലെ പ്രോക്യാരിയോട്സ് ആണ്. ഈ പ്രത്യേകത നമ്മൾ അറിയണം. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിനുള്ള ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് അവരെ പ്രോക്യാരിയോട്സ് എന്ന് പറയാം അല്ലേ? അപ്പോൾ യൂണിസെല്ലുലാറും ഏകകോശവും മർമ്മമില്ലാത്ത പ്രോക്യാരിയോട്ടുകളും വരുന്ന ഗ്രൂപ്പ് ഏതാ? യെസ്, മൊനീറ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, മൊനീറ. റെഡിയല്ലേ? മൊനീറ എന്ന പ്രൊട്ടിസ്റ്റയ്ക്ക് ചെറിയ വ്യത്യാസമുള്ളൂ. പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പം ഇവിടെ യൂണിസെല്ലുലാർ തന്നെയാണ്, പക്ഷേ ഏതാണ്? യൂക്യാരിയോട്ടാണ്. യൂക്യാരിയോട്ട് എന്ന് പറയുന്ന വിഭാഗമാണ് വരിക. മർമ്മമുള്ളവരാണ് ആ കൂട്ടത്തിൽ വരുന്നത്. അതാണ് ഒരു കുഞ്ഞു വ്യത്യാസം അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? അപ്പം കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നൊരു ചാപ്റ്ററിലേക്ക് വരുമ്പം പ്രൊട്ടിസ്റ്റേനെ പിന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡൈനോഫ്ലജലേറ്റ്സ്, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, അതേപോലെ യൂഗ്ലീനോയിഡ്സ്, ദെൻ സ്ലൈം മോൾസ് എന്ന് പറയുന്നൊരു വിഭാഗമാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതാ പ്രോട്ടോസോവൻസ് എന്നാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രോട്ടോസോവൻസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഇതാരെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതിൽ ആരെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്? സാപ്രോഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡെഡ്, ഡീക്കെ ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവന്മാർ, ഫംഗസുകളെ പോലെ ജീവിക്കുന്ന അല്ലെ, മൃതാവശിഷ്ടങ്ങളായിട്ട് ബന്ധം. ഇതിൽ ആർക്കാണെന്നറിയോ? യെസ്, ആൻസർ സ്ലൈം മോൾഡ് ആണ് കേട്ടോ. സ്ലൈം മോൾഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലൈം മോൾഡ്സിനെയാണ് പറയുന്നത് വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഈ കൂട്ടത്തിലാണ് ആരൊക്കെ വരിക? നമ്മൾ അമീബ ഒക്കെ വരുന്ന ഗ്രൂപ്പ് ഇവിടെയാണ്. പ്രോട്ടോസോവൻ്റെ അണ്ടറിലാണ് വരിക. അതേപോലെ പ്രോട്ടോസോവനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പം നമ്മുടെ മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയൊക്കെ വരുന്നതൊക്കെ ശരിക്കും എവിടെയാണ്? ഈ കൂട്ടത്തിലാണ് വരുന്നത്. ഇതിൻ്റെ അണ്ടറിൽ പിന്നെയും ഗ്രൂപ്പ് ആക്കി തിരിക്കും. അവിടെയാണ് ശരിക്കും വരുന്നത്.
യെസ്, അപ്പോൾ അതൊക്കെ പഠിക്കണം അല്ലേ, ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കണം. ഇനി സെൽസ് ഇൻ സം ഫിലമെൻ്റസ് സൈനോബാക്ടീരിയ ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ആർ കോൾഡ്. നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണം അല്ലെ, അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ നൈട്രജനെ നൈട്രേറ്റ് ഒക്കെ പോലുള്ള രൂപത്തിലാക്കി മാറ്റി കഴിഞ്ഞാലാണ് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണം. അതിനെ സഹായിക്കുന്ന സൈനോബാക്ടീരിയയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ സൈനോബാക്ടീരിയൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഇതേപോലെ കുറേ സെൽസ് ഉണ്ടാവും. അതിനിടയിൽ ചില സെൽസിന് ഒരു സ്പെഷ്യലൈസേഷനാണ്, ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഇവർ നൈട്രജൻ ഫിക്സേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ എന്നാണ് ക്വസ്റ്റ്യൻ. നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൈനോബാക്ടീരിയയിലൊക്കെ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ പേരെന്താണ്? എന്താണ് ആ സെല്ലിൻ്റെ പേര്? പേരെന്താ? യെസ്, ഹെറ്ററോസിസ്റ്റ് എന്നാണ് പറയൽ. എന്താ പേര്? ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ക്ലിയർ ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസ്. വൈറോയിഡ്സ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിച്ചതും കൂടിയാണ്. വൈറോയിഡ്സിനെ കണ്ടെത്തിയത് ആരാണ്? വൈറോയിഡ്സിനെ കണ്ടെത്തിയത് ആരാ? T.O. ഡയനർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മൾ NCERT +1 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ഫാക്റ്റാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്, കേട്ടിട്ട് 3 തന്നെ പ്രീവിയസ് ആണ്. T.O. ഡയനർ ആണ് വൈറോയിഡ്സിനെ കണ്ടെത്തിയത്. വൈറസിനെ പറ്റി ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വൈറസ് എന്ന് പറയുന്ന സമയത്ത് വൈറസിന് ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു കോട്ട് ഉണ്ട് അല്ലേ, ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, പുറമെ കൂടെ പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതെന്താവാം? ഒന്നുകിൽ DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം എന്ന് കേട്ടിട്ടുണ്ടാവും. രണ്ടും കൂടെ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ പ്രോട്ടീനും ജനറ്റിക് മെറ്റീരിയലും കൂടെ ചേരുന്നതാണ് നമ്മൾ വൈറസ്. ഇതിൽ നിന്നും വൈറോയിഡ്സിന് എന്താണ് വ്യത്യാസം? എന്താണ്? T.O. ഡയനർ നോക്കിയപ്പം പൊട്ടാറ്റോ ചെടിയിൽ അല്ലെ, ഉരുളക്കിഴങ്ങിൽ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറയുന്ന സ്പിൻഡിൽ ട്യൂബർ ഡിസീസാണ്. പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ അതിനെ ട്യൂബറായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ട്യൂബറൊക്കെ ഷേപ്പൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു രോഗകാരിനെ T.O. ഡയനർ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിസീസും പ്രധാനമാണ് കേട്ടോ. വൈറോയിഡ്സ് ഉണ്ടാക്കുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ രോഗമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഡയനർ എന്താ കണ്ടെത്തിയത്? വൈറസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ വൈറോയിഡ്സ് ഇത്രയും ഇല്ല, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻ കോട്ട് പോലും അവർക്കില്ല. അപ്പം വൈറസിൽ നിന്നും വൈറോയിഡ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കോട്ട് ഇല്ല. അതുമാത്രമല്ല, വൈറസിൻ്റെ കേസിൽ DNA ആവാം, അല്ലെ RNA ആവാം ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ ഇവിടെ എന്തേ ആവുള്ളൂ? RNA, ഒരു സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള വളരെ ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു RNA ആണ് രോഗകാരിയായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ എന്താണ്? RNA വിത്ത് പ്രോട്ടീൻ കോട്ട്. തെറ്റാണ്. DNA എന്നുള്ള വാക്കേ വേണ്ട, DNA എന്നുള്ളതും പ്രോട്ടീൻ കോട്ട് എന്നുള്ള വാക്യം വേണ്ട. RNA ആയിരിക്കും. വളരെ ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു RNA വന്നിട്ട് രോഗം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ആൾക്കാർ പോരായിട്ട് ഒരു RNA തന്നെ രോഗകാരിയായിട്ട് പെരുമാറാം. അതിനെയാണ് നമ്മൾ വൈറോയിഡ്സ് എന്ന് പറയാം. അതേപോലെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ടേമുമാണ്, ഇത് കണക്റ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് പ്രയോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. പ്രയോൺസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് വിത്ത് P ആണ്. അതേപോലെ തന്നെ ഇവിടെ രോഗകാരിനെ പോലെ പെരുമാറുന്നത് ആരാ? ഒരു പ്രോട്ടീനാണ് അല്ലേ. ഓക്കെ, അപ്പം സാധാരണ രീതിയിലല്ലാതെ ഇങ്ങനെ ചൊറഞ്ഞു മറഞ്ഞ് കിടക്കുന്ന ഒരു പ്രോട്ടീൻ വന്നിട്ട് രോഗകാരിയായിട്ട് പെരുമാറുക, അതാണ് പ്രയോൺസ്. അതിൽ നമ്മൾ BSC എന്ന് പറയുന്ന ഒരു രോഗമൊക്കെ കേൾക്കുന്നതാണ് അല്ലേ. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, മാഡ് കൗ ഡിസീസ് എന്ന് പറയുന്ന ഭ്രാന്തി പശു രോഗമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് നമ്മളെ ഈ പ്രയോൺസ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ ക്രൂസ് ജാക്കബ് ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് വേറെ ടൈപ്പ് രോഗകാരിയാണ്. എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നതാണ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയതാണ്, ഒരു ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ക്ലിയർ അല്ലേ? NCERT ഫാക്റ്റ് തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ നാച്ചുറൽ സയൻസ് കോഴ്സിലേക്ക് വരണം, ഒരു കോഴ്സായിട്ട് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയും കൂടെ പറയുകയാണ്. നമ്മൾ സൈലം ടീച്ചിങ് എക്സാംസിൽ നാച്ചുറൽ സയൻസിൻ്റെ അതേപോലെ സോഷ്യൽ സയൻസ് ആണ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അത്, അതേപോലെ ഫിസിക്കൽ സയൻസിൻ്റെ ഒക്കെ റെക്കോർഡഡ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ജൂണിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ റെക്കോർഡഡ് ബാച്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഫീസ് വരുന്നത് 2,999 ആണ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും സിലബസ് അനുസരിച്ച് എല്ലാം റെക്കോർഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം അതിനനുസരിച്ചിട്ട് സിസ്റ്റമാറ്റിക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ കേട്ടറ്റിൻ്റെ 1 ഒക്കെ ആണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും ഒക്കെ ഉള്ളത് നമ്മൾ ലൈവ് ബാച്ചസ് ഓൾറെഡി റണ്ണിങ് ആണ്. അതേപോലെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 3-ൽ മാത്സും ഇംഗ്ലീഷും ഒക്കെ ലൈവ് ബാച്ചസ് ആണുള്ളത്. നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും ഫിസിക്കൽ സയൻസും ഒക്കെ റെക്കോർഡഡ് ബാച്ചസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും സമയം കളയാതെ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ എടുത്ത്
ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്, കോഴ്സ് റിലേറ്റഡ് ഡൗട്ട്, ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 9995100800. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം.